പ്രാർത്ഥിക്കാം. യേശുവേ സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതവേളയിൽ ശ്രീജന സഖ്യ ആരാധനയിൽ കടന്നു വരുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളെ ശ്രീജന സഖ്യ ആരാധനയെ ആഘോഷിക്കുമ്പോൾ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്നവരും നമ്മോടുകൂടെ ഇപ്പോൾ വസിക്കുന്നവരുമായ വിശ്വസ്തരായ സ്ത്രീകളുടെ സഭാസേവനങ്ങളെ പറ്റി ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കൃപ ഞങ്ങളിൽ ഓരോരുത്തരിലും ചൊരിഞ്ഞ് തുടർന്നുള്ള നാളുകളിലും വിശ്വസ്തരായി സേവനങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. വചനം സംസാരിക്കുന്ന അടിയനെയും ശ്രമിക്കുന്ന അവിടുത്തെ മക്കളെയും അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമായ ദൂത് നൽകുവാൻ അടിയനെ പ്രാപ്തിയാക്കണമേ. ഒരിക്കൽ കൂടി ശ്രീജന സഖ്യത്തെയും അതിൻ്റെ പ്രവർത്തകരെയും ഭാരവാഹികളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ദക്ഷിണേന്ത്യ സഭ ശ്രീജന സഖ്യ ഞായറായി ഇന്ന് നടത്തപ്പെടുമ്പോൾ എന്നെ ഇതിലേക്ക് നിയോഗിച്ച ദൈവത്തിന് ഞാൻ ആദ്യം നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് ഇങ്ങനൊരു അവസരം തന്ന അച്ഛനോടും കൊച്ചമ്മയോടും ശ്രീജന സഖ്യ പ്രതിനിധികളോടുമുള്ള സ്നേഹവും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന ചിന്താ വിഷയം വനിതകളുടെ ശുശ്രൂഷ, അനുസ്മരണവും ആഘോഷിക്കും. റിമെമ്പറിംഗ് ആൻഡ് സെലിബ്രേറ്റിംഗ് വിമൻസ് മിനിസ്ട്രി. എന്താണ് വിമൻസ് മിനിസ്ട്രി? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ CSI ചർച്ചിലെ വിമൻസ് ഫെലോഷിപ്പ് ഉത്ഭവിക്കുന്നത് മദേഴ്സ് യൂണിയൻ എന്ന സംഘടനയിൽ നിന്നാണ്. ഇംഗ്ലണ്ടിൽ മിസ്സിസ് മേരി സമ്മർ ആണ് ഇത് ആദ്യം തുടങ്ങിയത്. എന്നാൽ 1908 ബിഷപ്പ് CH ഗില്ലും ഭാര്യ മിസ്സിസ് മേരി ഗില്ലും കൊച്ചിൻ ട്രാവൻകൂർ ആംഗ്ലിക്കൻ ഡയസിസിനെ പരിചയപ്പെടുത്തുകയും പള്ളികൾ സന്ദർശിച്ചും ശാഖകൾ സ്ഥാപിച്ചും സ്ത്രീകൾക്കുമിടയിൽ കൂട്ടായ്മയും ആത്മീയതയും വളർത്തിയെടുത്തും അവർ ഈ സംഘടന വ്യാപിപ്പിച്ചു. എന്നാൽ 1947 CSI സഭ രൂപീകൃതമായപ്പോൾ 1948 ഇത് CSIയുടെ വനിതാ കൂട്ടായ്മയെ ലയിപ്പിച്ച് ഒരു പുതിയ സംഘടനയായി വിമൻസ് ഫെലോഷിപ്പ് എന്ന പേരിൽ പ്രവർത്തനം തുടർന്നു വരുന്നു. സ്ത്രീകളെ അവരുടെ കുടുംബങ്ങളിലും സഭകളിലും സമൂഹങ്ങളിലും ക്രിസ്തീയ സാക്ഷ്യം, സേവനം, നേതൃത്വം എന്നിവയ്ക്കായി ഒന്നിപ്പിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മുടെ CSI കാക്കനാട് സഭയിലും ഒത്തിരി നന്മ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നു. എല്ലാ സെക്കൻഡ് സാറ്റർഡേസും സുഖമില്ലാത്തവരെ വിസിറ്റ് ചെയ്യുന്നു. കരുണാലയം, ബദേൽ ഓൾഡ് ഏജ് ഓർഫനേജിൽ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകി വരുന്നു. അട്ടപ്പാടിയിലെ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് പഠന സാമഗ്രികളായ ബാഗ്സ്, നോട്ട്ബുക്സ്, കുടകൾ വാങ്ങി നൽകുകയും കോവിഡ് ടൈമിൽ ഓൺലൈൻ ക്ലാസ്സുകൾക്കായി ലാപ്ടോപ്പ് വാങ്ങി നൽകുകയും മൂന്നാർ തോട്ടത്തൊഴിലാളികൾക്ക് ക്രിസ്മസിന് ഡ്രസ് വാങ്ങി നൽകുകയും ഇങ്ങനെ എല്ലാവരെയും കരുതിയും സഹായിച്ചും ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ ഈ കൂട്ടായ്മയിൽ നടത്തി വരുന്നു. ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ദൈവനാമ മഹത്വത്തിനായും ചെയ്യുവാനും അത് ആശ്വാസത്തിലിരിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ച വിമൻസ് ഫെലോഷിപ്പ് വീക്കായി ആചരിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരാഴ്ചത്തെ ഓരോ ദിവസത്തെ പ്രോഗ്രാമും വളരെ അനുഗ്രഹീതമായിരുന്നു. ആദ്യത്തെ ദിവസം ഹൗസ് പ്രയർ, പിന്നെ മ്യൂസിക്കൽ നൈറ്റ്, കുക്കറി ഷോ, നൈറ്റ് വിജിൽ, കൗൺസിലിംഗ് ക്ലാസ്സസ്, ഫ്രൈഡേ പ്രയർ, പിന്നെ സുഖമില്ലാത്തവരെ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. ഇന്ന് ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേയിൽ നമുക്ക് കാണുവാൻ കഴിയും ആരാധന ഭാഗങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് വിമൻസ് ഫെലോഷിപ്പ് മെമ്പേഴ്സാണ്. ഇവിടെ ഒരു പ്രോഗ്രാം വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, വെറ്റിക്കൊച്ചമ്മയും മറിയക്കുട്ടി ആൻറ്റിയും റൂബി ആൻറ്റിയും എല്ലാം എടുക്കുന്ന എഫേർട്ട് എല്ലാവരും ഓരോ പ്രോഗ്രാംസിൽ ഇൻക്ലൂഡ് ചെയ്യാൻ അവർ ആത്മാർത്ഥമായി പരിശ്രമിക്കാറുണ്ട്. അതുപോലെ എനിക്ക് വളരെ റെസ്പെക്ട് തോന്നിയ വേറൊരു കാര്യം കഴിഞ്ഞ വർഷത്തെ കോർ പ്രാക്ടീസ് ടൈമാണ്. ഞങ്ങൾ പ്രാക്ടീസിൽ വരുമ്പോൾ രമണി കൊച്ചമ്മയും അന്നമ്മ ആൻറ്റിയും ഒക്കെ എന്തെങ്കിലും ഒരു സ്നാക്സ് കൊണ്ടുവരും. അതുപോലെ ഒരു ചെറിയ പ്ലാസ്റ്റിക് കുറച്ച് കോഫിയും കൊണ്ടുവരുമായിരുന്നു. അത് ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്യുമായിരുന്നു. രമണി കൊച്ചമ്മ പറയുന്നത് ഞാൻ ഓർക്കുന്നു, കൊച്ചേ നിങ്ങളെല്ലാം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമല്ലോ, അതുകൊണ്ടാണ് ഞാനിതെടുത്തത്. ശരിയാണ്, ജോലി കഴിഞ്ഞ് വരുന്ന ഞങ്ങൾക്ക് അതൊരു ആശ്വാസമായിരുന്നു. ഇതെല്ലാം ഒരു കൂട്ടായ്മയുടെ, ഒരു ഫെലോഷിപ്പിൻ്റെ, കരുതലിൻ്റെ ഉദാഹരണമാണ്. നമുക്കറിയാം, നമ്മുടെ ഒരു ഭാരത സഭയാണ്. ഭാരതത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുമ്പോൾ
പറയുന്ന ഒരു സംസ്കൃത ചൊല്ലുണ്ട്. പിതാ രക്ഷതി കൗമാരെ, പതി രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി വാർദ്ധക്യേ, നാ സ്ത്രീ സ്വാതന്ത്ര്യമർഹതി. ഇതിൻ്റെ അർത്ഥം എന്താണ്? കൗമാരത്തിൽ പിതാവും, യൗവനത്തിൽ ഭർത്താവും, വാർദ്ധക്യത്തിൽ പുത്രനും രക്ഷിക്കുന്നു, സംരക്ഷിക്കുന്നു. അതിനാൽ സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. എല്ലാവരും ഇതിൻ്റെ ലാസ്റ്റ് ലൈൻ മാത്രം എടുത്ത് പറയാറുണ്ട്, സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല. എന്നാൽ ഇതിനെ തിരിച്ചൊന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇതൊരു ബ്ലെസ്സിംഗ് ആണ്. അപ്പനും ഭർത്താവും മകനും അവളെ എപ്പോഴും ഓരോ കാലഘട്ടത്തിലും സംരക്ഷിക്കുന്നു. അവൾ ഒരു സംരക്ഷണ വലയത്തിലാണ്. അതാണ് ദൈവിക കരുതൽ. എന്നാലും ചില സന്ദർഭങ്ങളിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി പിതാവ് നഷ്ടപ്പെട്ടവരുണ്ടാവാം, ഭർത്താവ് നഷ്ടപ്പെട്ടവരുണ്ടാവാം, മക്കളില്ലാതിരിക്കാം. ഇങ്ങനെയുള്ള അവസരത്തിൽ ഒരു കാലത്ത് സ്ത്രീയെ പല അനാചാരങ്ങളുടെയും പേരിൽ തളർത്തിയിട്ടുണ്ട്. പുരുഷ കേന്ദ്രീകൃതമായ ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ പല അനാചാരങ്ങളും സ്ത്രീകൾക്കെതിരെ നടക്കുമ്പോൾ പലപ്പോഴും സ്ത്രീകളെ അവഗണിച്ച് പുരുഷന് അനുകൂലമായിരിക്കുന്ന സമ്പ്രദായങ്ങളാണ് പണ്ട് നമുക്കുണ്ടായിരുന്നത്. സതി, ശൈശവ വിവാഹം, അങ്ങനെ ഒരുപാട് അനാചാരങ്ങൾ. ഇവയ്ക്കെല്ലാം ഒരു മാറ്റം സ്ത്രീകളുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുണ്ട് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് മിഷണറിമാർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പഠിച്ചിരുന്നത് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം തിരുവനന്തപുരത്തെ കോട്ടക്കകത്തെ സെനാന മിഷൻ സ്കൂളിലായിരുന്നു. ഈ സ്കൂൾ ആരംഭിച്ചത് മിസ്സിസ് അഗസ്റ്റ മാരി ബ്ലാക്ക്ഫോർഡിൻ്റെ നേതൃത്വത്തിലാണ്. ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് സെനാന സൊസൈറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് 1864 മിസ്സിസ് ബ്ലാക്ക്ഫോർഡ് തിരുവനന്തപുരത്തെത്തുകയും ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം അവിടെ ആരംഭിക്കുകയും ചെയ്തു. വീടിൻ്റെ അകത്തളങ്ങളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന പെൺകുട്ടികളെ അറിവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു ഈ സൊസൈറ്റിയുടെ ഉദ്ദേശം. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ബ്ലാക്ക്ഫോർഡ് അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയിരം തിരുനാൾ രാമവർമ്മ തിരുമനസിൻ്റെയും ദിവാൻ ശ്രീ ടി മാധവറാവുവിൻ്റെയും അനുഗ്രഹത്തോടെ കൊട്ടാരത്തിലെ പെൺകുട്ടികൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിനായി 1864 വടക്കേ കൊട്ടാര പള്ളിക്കൂടം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു. അവിടെ ക്ലാസുകൾ നടത്തി വന്നു. അങ്ങനെയിരിക്കെ മിസ്സിസ് ബ്ലാക്ക്ഫോർഡ് മറ്റൊരു അനാചാരമായ ശൈശവ വിവാഹത്തെപ്പറ്റി മനസ്സിലാക്കി. കുഞ്ഞുപ്രായത്തിൽ വിവാഹിതരായ ഇവരുടെ ഭർത്താവ് മരിച്ചുപോയാൽ ഈ കുഞ്ഞുങ്ങളെ ഒരു സത്കർമ്മങ്ങൾക്കോ ആഘോഷങ്ങൾക്കോ കൂട്ടാതെ ഒറ്റപ്പെടുത്തിയിരുന്നു. അങ്ങനെ ഒട്ടേറെ ബുദ്ധിമതികളായ ബ്രാഹ്മണ യുവതികൾ അന്തഃപുരത്തിൻ്റെ അകത്തളങ്ങളിൽ ബന്ധിക്കപ്പെട്ടിരുന്നു എന്നറിഞ്ഞ മിസ്സിസ് ബ്ലാക്ക്ഫോർഡ് അവർക്ക് വേണ്ടി സംസാരിക്കുകയും ശൈശവ വിവാഹത്തിനേക്കാൾ പ്രാധാന്യം വിദ്യാഭ്യാസത്തിനുണ്ടെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അന്തഃപുരങ്ങളിലെ ബ്രാഹ്മണ കുഞ്ഞുങ്ങൾക്കും യുവതികൾക്കും വിദ്യാഭ്യാസം നൽകുവാനിടയായി. ശ്രീമതി ജെ ലളിതാംബിക IAS, സഹോദരി ശ്രീമതി ഗൗരിക്കുട്ടി, ഫോർമർ എഡ്യൂക്കേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജെ സരസ്വതി ബായ് എന്നിങ്ങനെ ഒട്ടനവധി പേർ ഈ സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസം കഴിഞ്ഞ് പ്രശസ്തമായ നല്ല നിലകളിലായിരിക്കുന്നു. മിസ്സിസ് ബ്ലാക്ക്ഫോർഡിനെ പോലെ ഒരുപാട് മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങിയത്. അതിനാൽ ഇന്ന് വലിയതോ ചെറിയതോ ആയ മഹത്തായ മേഖലയിലും സ്ത്രീകളുടെ സാന്നിധ്യവും നേതൃത്വ പാഠവും കാണുവാൻ കഴിയും. അവൾക്ക് അതിന് തനതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, ഫസ്റ്റ് ആൻഡ് ഓൺലി ഫീമെയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. കമല ഹാരിസ്, US വൈസ് പ്രസിഡന്റ്, ഫസ്റ്റ് വുമൺ ഫ്രം സൗത്ത് ഏഷ്യ. സുനിത വില്യംസ്, നാസ ആസ്ട്രോനറ്റ് ഓഫ് ഇന്ത്യ വെർജിൻ, 9 പ്രാവശ്യം സ്പേസ് വാക്ക് ചെയ്തു എന്ന റെക്കോർഡ് നേടിയിട്ടുണ്ട്. ഈ ഇടയ്ക്ക് 8 days മിഷന് വേണ്ടി പോയി. ബോയിങ് സ്റ്റാർലൈൻ സ്പേസ് ക്രാഫ്റ്റ് ടെക്നിക്കൽ ഇഷ്യൂ കാരണം 286 days ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ താമസിക്കേണ്ടി വന്നു. എന്നിരുന്നാലും വിജയകരമായി മിഷൻ പൂർത്തിയാക്കി മടങ്ങി വന്നു. അതുപോലെ സുനിത വില്യംസ് സ്പേസിൽ ലെറ്റ്യൂസ് വളർത്തി. അതിനു മുന്നേ ISRO ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മോഡിൽ ഭാഗമായി ബയോമെട്രിക് ഉറപ്പിച്ചു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൊല്യൂഷനായി സ്പേസ് റിസർച്ചേഴ്സിനും ഓസ്ട്രോണറ്റിനും വേണ്ടി അവിടെ തന്നെ ന്യൂട്രിയൻ ഫുഡ് കിട്ടാൻ ഒരു ബയോ ന്യൂട്രിയൻ റിസർച്ച് നടത്താനുള്ള പ്രവർത്തനം നടന്നു വരുന്നു. ഇത് ഫ്യൂച്ചർ സ്പേസ് എക്സ്പെഡിഷന് തന്നെ ഒരു മുതൽക്കൂട്ടാവും. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും VSAT, വിമൻ എഞ്ചിനീയേഴ്സ് സാറ്റലൈറ്റിനെ പറ്റി. സ്ത്രീകളുടെ മേൽനോട്ടത്തിൽ രൂപകൽപ്പന ചെയ്ത രാജ്യത്തെ ആദ്യത്തെ സാറ്റലൈറ്റ്. ഇതിൻ്റെ മിഷൻ എന്നത് സ്പേസിനും ഭൂമിയുടെ ഉപരിതലത്തിലുള്ള UV റേസിനും കേരളത്തിലെ ചൂടേറിയ താപനിലയിലും കാലാവസ്ഥ വ്യതിയാന പ്രതിഭാസങ്ങൾ
അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ പ്രോജക്റ്റിനായി അവിടുത്തെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ലിസി എബ്രഹാമിൻ്റെ നേതൃത്വത്തിൽ രൂപകൽപ്പന ചെയ്തതാണിത്. ഒരു ഗ്രൗണ്ട് മോണിറ്ററിംഗ് സ്റ്റേഷനും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഡോക്ടർ ലിസി എബ്രഹാം CSI സൗത്ത് കേരള ഡയസിസ് എം ചർച്ചിലെ മെമ്പർ ആണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. അങ്ങനെ വനിതകളുടെ ശുശ്രൂഷയുടെ ആഘോഷത്തിൻ്റെയും അനുസ്മരണത്തിൻ്റെയും വേളയിൽ ഇന്നത്തെ ചിന്തയ്ക്ക് ആസ്പദമാക്കി തന്നിരിക്കുന്ന വേദഭാഗങ്ങളെ നോക്കുമ്പോൾ നമുക്ക് 7 സ്ത്രീ കഥാപാത്രങ്ങളെ കാണാൻ പറ്റും. ദെബോറ, യായേൽ, മഗ്ദലന മറിയം, യോഹന്ന, സൂസന്ന, യുവോദ്യ, സിന്ദുകെ. പഴയ നിയമഭാഗത്ത് ന്യായാധിപന്മാർ 4 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ നാം നോക്കുമ്പോൾ കാണുന്നത് ദെബോറ എന്ന പ്രവാചകിയെ കുറിച്ചാണ്. ദെബോറ ആരായിരുന്നു? ദെബോറ ഒരു പ്രവാചകയും ന്യായാധിപതിയുമായിരുന്നു. അവൾ ലെപ്പിദോത്തിന്റെ ഭാര്യയായിരുന്നു. രാമയ്ക്കും ബഥേലിനും മധ്യേ ഈന്തപ്പനയുടെ കീഴിലാണ് അവൾ പാർത്തിരുന്നത്. ഈന്തപ്പനയുടെ വിശാലമായ സ്ഥലത്ത് അവൾ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, പ്രാർത്ഥിച്ചു. ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ സ്വീകരിച്ച് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തിരുന്നു. അതിനാൽ ഈ ഈന്തപ്പനത്തോട്ടം ദെബോരയുടെ ഈന്തപ്പനത്തോട്ടം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഇസ്രായേൽ മക്കളെ നയിച്ച ഒരു സ്ത്രീ കൂടിയായിരുന്നു ദെബോറ. ഇതിനെക്കുറിച്ച് ഇന്നത്തെ പഴയ നിയമം വേദഭാഗത്തിൽ നാം കേട്ടു കഴിഞ്ഞു. ഇസ്രായേൽ മക്കളെ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തുകൊണ്ട് യഹോവ അവരെ കനാന്യ രാജാവായ യാബീന്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. 20 സംവത്സരം കഴിഞ്ഞപ്പോൾ ഒരു മോചനത്തിനായി ഇസ്രായേൽ മക്കൾ നിലവിളിച്ചപ്പോൾ അവരെ വീണ്ടെടുക്കുന്നതിനായി യഹോവ എഴുന്നേൽപ്പിച്ച ഒരു പ്രവാചകി കൂടിയാണ് ദെബോറ. തുടർന്നുള്ള ഭാഗങ്ങൾ കാണുന്നത് ഇസ്രായേൽ മക്കളുടെ മോചനത്തിനായുള്ള യഹോവയുടെ അരുളപ്പാട് ദെബോറയ്ക്ക് ലഭിക്കുന്നതായും അതിൻ പ്രകാരം അബിനോമിന്റെ മകനായ ബാരാക്കിനെ അറിയിച്ച് ബാരാക്കിനോട് പട നയിക്കുവാൻ പറയുന്നതായി കാണാം. എന്നാൽ ബാരാക്ക് കനാന്യ രാജാവായ യാബീനെയും അവന്റെ സേനാധിപതിയായ സീസറയുടെ യുദ്ധബലത്തെയും ഭയപ്പെട്ട് ദെബോറയോടും കൂടെ വരുവാൻ പറയുന്നു. അപ്പോൾ ദെബോറ ബാരാക്കിനോട് പറയുന്നത് നമുക്ക് 4-ാം അധ്യായം 9 കാണാം. ഞാൻ നിന്നോട് പോരാ, എന്നാൽ നീ പോകുന്ന യാത്രയിൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സീസറയെ ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോറ ബാരാക്കിന്റെ കൂടെ യുദ്ധത്തിനായി കേദേശിലേക്ക് പോയി. അവിടെ വെച്ച് സീസറ ഒഴികെ എല്ലാവരെയും ബാരാക്കിന്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു കളഞ്ഞു. എന്നാൽ സീസറയ്ക്ക് എന്ത് സംഭവിച്ചു? യുദ്ധം തോൽക്കുന്നതായി കണ്ട സീസറ രഥത്തിൽ നിന്നോ കാൽനടയായി കേന്യനായ ഹേബേലിന്റെ കൂടാരത്തിൽ ഓടിപ്പോയതായി ഹേബാറിന്റെ ഭാര്യ യായേൽ അവനെ വരവേറ്റ് അവനെ ഒളിപ്പിച്ചിരിക്കുന്നതിനായി അവനെ പരവതാനി കൊണ്ട് മൂടി. എന്നാൽ അവൻ ഗാഠനിദ്രയിലായപ്പോൾ അവൾ കൂടാരത്തിന്റെ ഒരു കുറ്റിയെടുത്ത് ഒരു ചുറ്റിയെ കൊണ്ടടിച്ചു അവന്റെ ചെന്നിയിൽ തറപ്പിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് ദൈവം ജയം നൽകി. അവിടെയും ഒരു സ്ത്രീയെയായിരുന്നു ദൈവം ഒരുക്കിയിരുന്നത്. ബാരാക്ക് സീസറയുടെ യുദ്ധബലത്തെയും യുദ്ധസന്നാഹങ്ങളെയും പറ്റി ആവലാതിപ്പെട്ടപ്പോൾ ദെബോറ ദൈവവിളിക്ക് കാതോർത്ത് ദൈവജ്ഞാനം പ്രാപിച്ചിരുന്നു. അവൾ ഒരു കുടുംബസ്ഥയായിരുന്നുവെങ്കിലും ഭവനത്തിലെയും സമൂഹത്തിലെയും ഉത്തരവാദിത്തങ്ങൾ അവൾ കൃത്യമായി ചെയ്തിരുന്നതായി കാണാം. അതിനാൽ ദൈവം അവളെ അനുഗ്രഹിച്ചിരുന്നു. നാം പലപ്പോഴും ഇങ്ങനെയാണ്, ചുറ്റുപാട് കണ്ട് അപരാധപ്പെട്ട് ദൈവത്തെ മറന്ന് ജീവിക്കുന്നു. എന്നാൽ ഈ കഷ്ടപ്പാടിൻ്റെ സാഹചര്യത്തിലും ദൈവത്തെ നോക്കിയവർ ഒരിക്കലും ലജ്ജിതരായിട്ടില്ല. സങ്കീർത്തനം 43 പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേട്ടത് ലൂക്കോസ് 8:1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് യേശുവിനോടുകൂടെ ദൈവിക ശുശ്രൂഷയിലായിരുന്ന 3 സ്ത്രീകളെയാണ്. ഒന്ന് മഗ്ദലന മറിയം, 7 ഭൂതബാധയിൽ നിന്ന് മോചിതയായവൾ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കണ്ടവൾ, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റി ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞവൾ. രണ്ടാമത്തത് യോഹന്ന, ഹേരോദാവിൻ്റെ കാര്യവിചാരകനായിരുന്ന മൂശയുടെ ഭാര്യ, സാമ്പത്തികപരമായും സാമൂഹികപരമായും ഉന്നത നിലയിലുള്ളവൾ. മൂന്നാമത്തത് സൂസന്നെ പറ്റി അധികമൊന്നും ബൈബിളിൽ പറയുന്നില്ല. എന്നാൽ ഈ 3 പേരും യേശുവിനോട് ചേർന്ന് ദൈവിക സാക്ഷികളായി ദൈവിക ശുശ്രൂഷയിൽ പങ്കാളികളായി യേശുവിനെ അനുഗമിച്ചതായി കാണുവാൻ സാധിക്കും. ഇനി ലേഖന ഭാഗം നോക്കിയാൽ
ഫിലിപ്പിയർക്കുള്ള പൗലോസിന്റെ ലേഖനത്തിൽ പരാമർശിച്ചിട്ടുള്ളത് ഫിലിപ്പിയ സഭയിലെ 2 പ്രമുഖ സ്ത്രീകളെ പറ്റിയാണ്. യുവോദിയയും സീനുകയും. സുവിശേഷം പ്രചരിപ്പിക്കുന്നിടയിൽ സമർപ്പണത്തിനും കഠിനാധ്വാനത്തിനും പേരുകേട്ട് അവർ സഭയിലെ പ്രമുഖരായിരിക്കണം. പക്ഷെ ഈ ഭാഗത്ത് ഇവരുടെ ഇടയിൽ വിയോജിപ്പ് കാണാം. എന്നാൽ അത് എന്തെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷെ പൗലോസ് പറയുന്നു, പൗലോസ് ഇവരുടെ വിയോജിപ്പ് മനസ്സിലാക്കിയിട്ട് അവരോട് കർത്താവിൽ ഏക ചിന്തയോടിരിക്കാനാണ് പറയുന്നത്. തുടർന്ന് 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കാണാൻ കഴിയുന്നത് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വചനങ്ങളാണ്. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെ കവിഞ്ഞ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ഈ വാക്യങ്ങൾ നാം കാണുന്നത് സഭയിലെ ഐക്യത്തിൻ്റെയും കൂട്ടുത്തരവാദിത്തിൻ്റെയും പ്രാധാന്യമാണ്. ബൈബിളിലെ ഈ 7 സ്ത്രീകളെ പോലെ ആത്മീയതയിലും സമൂഹത്തിലും നേതൃത്വത്തിലും ഒരുമയുടെ ഒരു കൂട്ടുത്തരവാദിത്തോടെ കർത്താവിൽ എപ്പോഴും സന്തോഷിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനായിരിക്കാം. സദൃശ്യവാക്യങ്ങളിൽ പറയുന്നു, ജ്ഞാനമുള്ളവളോ വീട് പണിയുന്നു, പോഷത്വമുള്ളവളോ അത് സ്വന്തം കൈയാൽ പൊളിച്ചു കളയുന്നു. ഇന്ന് സ്ത്രീകൾക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട്. സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജോലിക്ക് പോകുന്നു, ഒന്നിച്ച് തിരിച്ചു വരുന്നു. ഇവിടെയാണ് ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറാനുള്ള നമ്മുടെ അവകാശം. നമുക്ക് ലഭിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്നത് എന്തും തോന്നിയതുപോലെ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരു സഹോദരിയായി, ഒരു അമ്മയായി, ഒരു സഹപാഠിയായി, ഒരു കുടുംബിനിയായി ഉത്തരവാദിത്തോടുകൂടി ദൈവിക ഹിതപ്രകാരം യേശുവിനെ പിൻപറ്റിക്കൊണ്ട് നമ്മുടെ ചുമതലകൾ അത് ഭവനത്തിലായാലും സമൂഹത്തിലായാലും സഭയിലായാലും സത്യസന്ധമായ ഉത്തരവാദിത്തോടെ നിറവേറ്റുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അങ്ങനെ ഒരു മാറ്റത്തിൻ്റെ സാന്നിധ്യമാവണം ഇനിയുള്ള കാലഘട്ടം. അതിനായി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ താഴ്മയായി സമർപ്പിച്ചുകൊണ്ട് പൗലോസ് പറയുന്നത് പോലെ ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടാതെ എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കാം. അങ്ങനെ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം നൽകി യേശുക്രിസ്തുവിൽ നമ്മെ കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.